ഗുഡ് ഈവനിങ്. ഞാനൊരു എഡ്യു സ്കിൽ ഇന്റർനാഷണലിലെ ഒരു ഓൾഡ് സ്റ്റുഡന്റ് ആണ്. അച്ഛന്റെ സ്ട്രാറ്റജീസും കാര്യങ്ങളും വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ എക്സാം പാസ്സായത്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു നമ്മുടെ എഡ്യു സ്കിൽ ഇന്റർനാഷണൽ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം. അപ്പം ഇത് ഡിസ്കഷനിലോട്ട് കിടക്കാം. Seventh question. If a patient has been touching, കണ്ടോ, dash or earth, they are more susceptible to tetanus. കണ്ടോ, ഇപ്പൊ ഒരു പേഷ്യന്റിന് എന്താ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഓർ എർത്ത്, അവിടെയൊക്കെ ടച്ചിങ് വരുമ്പോ എന്താണ്, എന്തിലോട്ടോ സ്പർശിക്കുക, അത് ആ ഒരു സംഭവം എന്താണ്, ആ കാര്യങ്ങൾ ഒരു ടെറ്റ്നസ് ഉണ്ടാകാൻ കാരണമാകും. സക്സെപ്റ്റബിൾ ടു ടെറ്റ്നസ് എന്ന് പറഞ്ഞാൽ പ്രോൺ റിസ്ക് ഫാക്ടേഴ്സാ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡാഷിന് മുൻപും പിമ്പും ഉള്ളത് എന്താണെങ്കിലും നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. കാരണം ടച്ചിങ് എന്ന് പറയുമ്പോൾ കോണ്ടാക്റ്റാ. അത് എപ്പോഴും ഒരു സിനോണിംസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കറക്റ്റ് അത് തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഓറും എടുക്കുക. അപ്പം ഈ എർത്തിന്റെ ഒക്കെ കൂടെയുള്ള ഒരു കൂട്ടുകാരെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ റിസ്ക് ഫാക്ടേഴ്സിൽ നേരെ പോകുക. അപ്പൊ എന്താണ്, അപ്പം എർത്തുനിന്നും ഓർഗാനിക് മാറ്റർ എന്നൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ടെറ്റ്നസ് പ്രോൺ വൂണ്ട് എങ്ങനെയാ, എനി വൂണ്ട് ഓർ അതൊന്നും അല്ല, നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്ത് വന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പഞ്ചർ ടൈപ്പ് വൂണ്ട് പർട്ടിക്കുലർലി വേർ there has been, കണ്ടോ, there has been touching എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലേ, ടെൻസ്. അപ്പൊ there has been touching വരും there has been contact with a soil or organic matter which is likely to harbor tetanus organism. കണ്ടോ, അവിടെ കണ്ടെയ്നിങ് ടെറ്റ്നസ് ഓർഗാനിസം ഉണ്ടാവും. എവിടെയാ, സോയിലിന് പകരം അവർ തന്നിരിക്കുന്നത് എർത്ത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അവരുടെ കൂട്ടുകാരിൽ ഒരാളെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓർഗാനിക് മാറ്റർ മിസ്സായി. അപ്പൊ ആ ഓർഗാനിക് മാറ്റർ അതേപടി അവിടെ എഴുതുക. ടച്ചിങ്, കണ്ടോ, ഓർ കഴിഞ്ഞിട്ട് സോയിലിന്റെ, ഇത് സത്യം പറഞ്ഞാൽ എർത്ത് എന്നുള്ളത് ലാസ്റ്റാ തന്നിരിക്കുന്നത്, പക്ഷെ ലാസ്റ്റ് ഉള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. ഓർഗാനിക് മാറ്റർ അതേപോലെ എഴുതുക. ടി ഒക്കെ ഡബിൾ ടി ഉണ്ട്, അതൊക്കെ മിസ് ചെയ്യാതെ എഴുതണേ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്താതെ. ഇനി 8, any dash lodged in the site of an injury will increase the likelihood of tetanus. കണ്ടോ, will increase the likelihood of tetanus എന്ന് പറയുമ്പോഴേ ഓർത്തോണം പോസിബിലിറ്റി, ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ടെറ്റ്നസ്. അപ്പം അതും റിസ്ക് ഫാക്ടേഴ്സ് ആ. കണ്ടോ, ഇതിനകത്ത് എനി, അപ്പം വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, വൺ ഓഫ് മൈ കൊളീഗ്സ് എന്നൊക്കെ പറയുന്ന പോലെ എനി കുറേ ഉണ്ട്, അതില് ഒരാള്. അപ്പൊ പ്ലൂറലേ വരത്തുള്ളൂ എനി കഴിഞ്ഞിട്ട്. അത് എപ്പോഴും നമ്മൾ ഓർത്ത് വെച്ചിക്കണം കേട്ടോ. എനി ലോഡ്ജ്ഡ് ഇൻ ദ സൈറ്റ് ഓഫ് ആൻ ഇഞ്ചുറി എന്ന് പറയുന്നത് ആ വൂണ്ട ഉണ്ടായ സ്ഥലത്താ. ആ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ വൂണ്ട അവർ പക്ക നമുക്ക് അവർ. അപ്പൊ നമ്മൾ എന്താ, പിന്നെ എപ്പോഴും ഓർത്തോണം, ഒരു പ്രാവശ്യം സ്കാൻ ചെയ്ത സ്ഥലത്ത് വീണ്ടും സ്കാൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് നമ്മുടെ ക്വിക്ക് ലേണിംഗ് അസസ്മെന്റ് അവർ നടത്തുന്നത്. അപ്പൊ അടുത്ത സ്ഥലത്തോട്ട് നമുക്ക് പോകാം. ഫോറിൻ ബോഡീസ് എന്നുള്ളത് നോക്കുക. എനി വൂണ്ടിന്റെ എനി ഉണ്ട്. ഈ എനി വൂണ്ട് എന്നുള്ള കോമൺ, അത് നോക്കണ്ട. അതിന് ശേഷമുള്ളത് മറ്റോടത്തൊക്കെ എനി വൂണ്ട് ഓർ ബേൺ തന്നിട്ടുണ്ട്, ഓർ നമുക്ക് തന്നിട്ടില്ല. ആ ഒരു കണ്ടീഷനിൽ എനി വൂണ്ട് കോമൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും കോമണാ, ഫ്രം എന്നൊന്നുമില്ല. അപ്പൊ കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സ് ആണോ, കണ്ടെയ്നിങ്, കണ്ടോ, ലോഡ്ജിങ്, കണ്ടോ, ലോഡ്ജഡ്. ഫോറിൻ ബോഡീസ്, കണ്ടോ, ലോഡ്ജഡ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നിങ്. അപ്പൊ ഫോറിൻ ബോഡീസ് എപ്പോഴും എഴുതുക. ചിലർ ഫോറിൻ ബോഡി എന്ന് എഴുതും. അങ്ങനെ വന്നാൽ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് അവർ മാർക്ക് തരത്തില്ല. എപ്പോഴും കോപ്പി പേസ്റ്റ് ചെയ്യുക. പിന്നെ റീചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക എല്ലാ സ്പെല്ലിങ്ങും കറക്റ്റ് ആണ്. പിന്നെ 9th ക്വസ്റ്റ്യൻ, patients with dash fractures are more prone to tetanus. ഓൾറെഡി ഹെഡിങ്ങിന്റെ ഡയറക്റ്റ് വന്നിട്ടുണ്ട്, prone to. കണ്ടോ, ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ടെറ്റ്നസ് റിസ്ക്. ഒരു പേഷ്യൻസിന് എന്തോ ഉണ്ട്, അവർക്ക് എന്താണ് വരുന്നത്, ഫ്രാക്ചേഴ്സ്. നമുക്ക് കീസ് തന്നിട്ടുണ്ട്, ഓൾറെഡി സ്കാൻ ചെയ്തുകൊണ്ട് നമുക്കറിയാം. ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്യുക. കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സ് എന്ന് പറയുന്നത് നൗൺ ആണ്. അപ്പൊ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ്. എന്ത് ടൈപ്പ് ഫ്രാക്ചേഴ്സ് ആ, കോമ്പൗണ്ട്. അപ്പൊ ആൻസർ കോമ്പൗണ്ട് എന്നുള്ളത് നമ്മൾ എഴുതണം. അത്രയേ ഉള്ളൂ. അപ്പം എപ്പോഴും ഓർത്തോളുക, ഈ ഡാഷിന്റെ മുൻപും പുറകും ഉള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വന്നാൽ നമുക്ക് പോകും. ഇനി 10th, delaying surgery on an injury or burn by more than dash increase the probability of tetanus. കണ്ടോ, ഇതിന്റെ ഒക്കെ ആദ്യം തൊട്ടേ നോക്കുവാണ്. 7th, susceptible to tetanus, increase the likelihood of tetanus, അല്ലെങ്കിൽ 9 prone to tetanus. കണ്ടോ, ഇത് probability of tetanus. അപ്പം ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ടെറ്റ്നസ്, പ്രോൺ ടു ടെറ്റ്നസ്, അത് ഹെഡിങ് റിലേറ്റഡ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇഞ്ചുറി എന്ന് പറയുമ്പോൾ വൂണ്ടാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. എന്താ, ഡിലേയിങ് സർജറി എവിടെയാണ്, ഓർ ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു
ആൾക്കാർക്ക് കുറെ സമയത്തിന് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വൂണ്ട് എന്താണ്, ടെറ്റ്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ബേണിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഈസിയാ ബാക്കിയുള്ള ഭാഗത്ത് സ്കാൻ ചെയ്യേണ്ട, മുകളിൽ നിന്ന് സ്കാൻ ചെയ്താൽ താഴോട്ട് പോയത്. അപ്പൊ എന്താ, എനി വൂണ്ട് ഓർ ബേൺ ദാറ്റ് റിക്വയർസ് സർജിക്കൽ ഇന്റർവെൻഷൻ ദാറ്റ് ഈസ് ഡിലേഡ് ഫോർ ഗ്രേറ്റർ ദാൻ 6 hours. കണ്ടോ ആ സിമ്പല് വീണ്ടും പോയി എഴുതരുത്. നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് മോർ ദാൻ. കണ്ടോ, ഗ്രേറ്റർ ദാൻ, ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലെസ് ദാൻ എന്നൊക്കെ എഴുതത്തില്ലേ, ആ ഒരു ഡിജിറ്റിന് പകരം, ആ ഒരു സിമ്പലിന് പകരം അവര് മോർ ദാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഡാഷിന് മുമ്പും പുറകും ഉള്ളത് ഓർത്തോണം, ഇല്ലേ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എഴുതി വെക്കും, അപ്പൊ മാർക്ക് പോകും. അപ്പൊ 6 hours തന്നെ എഴുതണം. ചിലർ 6 hour എന്നൊക്കെ എഴുതും, പക്ഷെ എസ് പ്ലൂറൽ വിട്ടുപോകാൻ മറക്കരുത് കേട്ടോ. 11th question. If a burns patient has been diagnosed with the dash, they are more liable to contract tetanus. കണ്ടോ, ഇപ്പൊ ഒരു ബേൺ പേഷ്യന്റിന് അവർക്ക് ബേൺ പേഷ്യന്റ് ഡയഗ്നോസ്ഡ് വിത്ത് ഡാഷ്, എന്തോ ഒരു സംഭവം, ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്തു. അവര് they are, കണ്ടോ, അപ്പൊ ഓർത്തോണം, അവരെന്താണ്, അവർക്ക് എന്തോ ഒരു ചാൻസസ് ഉണ്ട്, ആ കണ്ടീഷൻ ഡയഗ്നോസ്ഡ് ചെയ്തവർക്ക് ന്യൂമോണിയ കിട്ടാൻ ഒരു ചാൻസസ് ഉണ്ട്, പ്രോൺ ടു ഗെറ്റ് ടെറ്റ്നസ്. അപ്പൊ തന്നെ റിസ്ക് ഫാക്ടേഴ്സിൽ പെടുന്നവരാണ്. അവരെന്താണ് ഡയഗ്നോസ് ചെയ്തേക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഡയഗ്നോസ് എന്നൊക്കെ പറയുമ്പോൾ എയിലോട്ട് പോകാൻ തോന്നും, പക്ഷെ ഇവിടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് മോർ ലയബിൾ ടു കോൺട്രാക്ട് ടെറ്റ്നസ്. അതുകൊണ്ട് നമുക്ക് ബിയിൽ പോകാം. അപ്പൊ അവിടെ എന്താണ് വന്നിരിക്കുന്നത്, ബാക്കിയെല്ലാം നമ്മൾ ഒരുമാതിരി സ്കാൻ ചെയ്ത് വെച്ചേക്കുക. അപ്പം കറക്റ്റ് താഴെ പോകുമ്പോ കണ്ടോ, വിത്ത് ഡയഗ്നോസ്ഡ് വിത്ത് എന്താണ്, എനി വൂണ്ട് ഓർ ബേൺ ഇൻ പേഷ്യൻസ് ഹു ഹാവ് സിസ്റ്റമിക് സെപ്സിസ്. കണ്ടോ, സിസ്റ്റമിക് സെപ്സിസ് ഹു ഹാവ്, അതായത് ഡയഗ്നോസ്ഡ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. ഈ സിസ്റ്റമിക് സെപ്സിസ് ഒക്കെ ഓൾറെഡി ഡയഗ്നോസ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ, അപ്പൊ അങ്ങനെ വരും. ദേ ആർ മോർ ലയബിൾ ടു കോൺട്രാക്ട് ടെറ്റ്നസ് എന്നുള്ളത് ഹെഡിങ് ഉണ്ട്, ടെറ്റ്നസ് പ്രോൺ വൂണ്ട് എന്ന്. അപ്പൊ അത് അങ്ങനെ വന്നു. ഇനി അടുത്തതിലോട്ട് പോവാണേ. 12. എ പേഷ്യന്റ് ഹു ഈസ് ഡാഷ് ഓർ എ റെഗുലർ റിക്രിയേഷണൽ ഡ്രഗ് യൂസർ വിൽ ബി അറ്റ് ഗ്രേറ്റർ റിസ്ക് ഓഫ് ടെറ്റ്നസ്. അതും ഒരു റിസ്ക് എന്ന് ഡയറക്റ്റ് അവർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. മറ്റേതെല്ലാം റിസ്ക് ആണെന്ന് അവര് വേറെ തരത്തില് ഒരു സിനോണിംസ് ലാംഗ്വേജിലാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇതെന്താണ്, ഇത് ഡയറക്റ്റ് പറയുന്നുണ്ട് ഏതോ ആൾക്കാർക്ക് ഒരു മിസ്സിംഗ് ആണ്, റെഗുലർ റിക്രിയേഷണൽ ഡ്രഗ് യൂസേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്താണ് ഗ്രേറ്റർ ചാൻസ് ഉണ്ട്, അവിടെ റിസ്കിലോട്ട് ഉടനെ നമുക്ക് പോകാം. അപ്പൊ നമുക്കറിയാം മോളി പറഞ്ഞത് മുഴുവൻ വൂണ്ട് അല്ലെങ്കിൽ ഒരു വൂണ്ടിന്റെ കൂടെ വരുന്ന ഒരു കണ്ടീഷനും കൂടിയാണ് പറയുന്നത്. കോമൺ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടി ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സ് അറ്റ് ഗ്രേറ്റസ്റ്റ് റിസ്ക് ഓഫ് ടെറ്റ്നസ്, കോമൺ ആ, അതെ നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടി. കണ്ടോ, അപ്പം അതിന് പകരം അവർ ഉപയോഗിച്ചേക്കുന്നത് എന്താ, എ റെഗുലർ റിക്രിയേഷണൽ ഡ്രഗ് യൂസർ എന്നാ. ഓക്കെ, അപ്പൊ ഓർ ഇതിനകത്ത് മുഴുവനും പറയുന്ന ഇൻട്രാവീനസ് ഡ്രഗ് യൂസേഴ്സിനെ കുറിച്ചായിരിക്കും. താഴത്തെ പാരഗ്രാഫിലോട്ട് പോകുമ്പോൾ കണ്ടോ, ഇമ്മ്യൂണോ സപ്രസ്ഡ്, ഓർ ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഹു ഈസ് ഇമ്മ്യൂണോ സപ്രസ്ഡ്. ആ സ്പെല്ലിംഗ് ഒക്കെ എഴുതുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതണം കേട്ടോ. ഡബിൾ എം ഉണ്ട്, അതുപോലെ ഡബിൾ പി, ഡബിൾ എസ്, കറക്റ്റ് കോപ്പി പേസ്റ്റ് നമ്മൾ ചെയ്യണേ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കോർ കിട്ടത്തില്ല കേട്ടോ. അതിലെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്കിനി 13 നോക്കാം. അപ്പൊ ഇവിടെ എന്റെ ടെക്സ്റ്റിനകത്ത് മാനേജ്മെന്റ് ഓഫ് ടെറ്റ്നസ് പ്രോൺ ഇഞ്ചുറീസ് ജസ്റ്റ് ഉള്ള കിടപ്പുണ്ട്, അത് നമുക്ക് കൂട്ടണ്ട. 13 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ക്ലീൻ ദ വൂണ്ട് തറോവ്ലി ആൻഡ് പ്രിസ്ക്രൈബ് ഡാഷ് ഇഫ് നെസസറി ഫോളോവ്ഡ് ബൈ ടെറ്റ്നസ് വാക്സിൻ ആൻഡ് HTIG ആസ് അപ്രോപ്രിയേറ്റ്. കണ്ടോ, ഇപ്പൊ തന്നെ ഇത് നമുക്ക് മനസ്സിലാവും എങ്ങനെയാ ആ ഭാഗമേ കഴിഞ്ഞു. ക്ലീൻ ദ വൂണ്ട് എന്നൊക്കെ പറഞ്ഞ എന്താണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു റിസ്ക് ആയിരുന്നു മുഴുവനും പറഞ്ഞിരിക്കുന്നത്. അതായത് ബിക്കകത്ത് റിസ്ക്, പിന്നെ അതിന്റെ അപ്പൊ ഫോളോ ഹെഡിങ് കണ്ടോ നമ്മുടെ സിക്കകത്ത് ടെറ്റ്നസ് ഇമ്മ്യൂണൈസേഷൻ ഫോളോവിങ് ഇഞ്ചുറീസ്. അപ്പൊ കറക്റ്റ് അവിടെ തന്നെ പോകുക. ക്ലീൻ ദ വൂണ്ട് ഒക്കെ ആഫ്റ്റർ ഇഞ്ചുറിക്ക് ശേഷമല്ലേ നമ്മൾ ചെയ്യുന്നത്, ഡയറക്റ്റ് അങ്ങോട്ട് പോകുക. ഈ സിക്കകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മാനേജ്മെന്റ് കണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ടേബിളിന്റെ അകത്ത് വരത്തില്ല, കാരണം ഓൾറെഡി ഹെഡിങ് തന്നിട്ടുണ്ട്. ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ്, ക്ലീൻ വൂണ്ട് എങ്ങനെ, ടെറ്റ്നസ്, അത് ആ ഇമ്മ്യൂണൈസേഷന്റെ എങ്ങനെ കൊടുക്കണം അത് മാത്രമേ പറഞ്ഞുള്ളൂ. വാക്സിന് മെയിൻ സബ് ഹെഡിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ളിൽ തപ്പേണ്ട കാര്യമില്ല, പുറത്ത് തന്നെ പോകണം. കണ്ടോ, തറോ ക്ലീനിങ് ഓഫ് ദ വൂണ്ട് ഈസ് എസെൻഷ്യൽ ഇറസ്പെക്റ്റീവ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ആന്റിബയോട്ടിക് ഷുഡ് ബി പ്രിസ്ക്രൈബ്ഡ്. കണ്ടോ, ആ വൂണ്ട് നമ്മൾ തറോ ആയിട്ട് ക്ലീൻ ചെയ്യണം. അവരുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് നോക്കേണ്ടതുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറസ്പെക്റ്റീവാ. എന്നിട്ട് എന്താ, പിന്നെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആന്റിബയോട്ടിക്സ് കൊടുക്കണം. അതല്ലേ പറഞ്ഞിരിക്കുന്നത്. ക്ലീൻ ദ വൂണ്ട് തറോവ്ലി ആൻഡ്
പ്രിസ്ക്രൈബ് ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് തന്നെ എഴുതണം, ചിലർ എഴുതും ആന്റിബയോട്ടിക് എന്ന്. അങ്ങനെയാണെങ്കിൽ മാർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാട്ടോ. സാധ്യത കുറവെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്താണോ തന്നിരിക്കുന്നത് അതേപോലെ നമ്മൾ എഴുതണേ, അതിൽ ശ്രദ്ധിക്കണേ. പിന്നെ എന്താണ് നമ്മൾ ടെറ്റ്നസ് വാക്സിനും HTIG ഒക്കെ പിന്നെ അതിന് ഓൾറെഡി പറഞ്ഞായിരുന്നു, നമുക്ക് ഇമ്മ്യൂണൈസേഷൻ അതിനെ നോക്കണ്ട. പിന്നെ ബാക്കി വേണമെങ്കിൽ അത് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുത്തിരിക്കണം, അത്രേ പറയുന്നുള്ളൂ. മാം അവിടെ അപ്രോപ്രിയേറ്റ് ആന്റിബയോട്ടിക്സ് ആണോ മാത്രം വരുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ. കണ്ടോ, പ്രിസ്ക്രൈബ് ആന്റിബയോട്ടിക്സ് എന്ന് മാത്രം എഴുതിയാൽ മതി, അപ്രോപ്രിയേറ്റ് ആന്റിബയോട്ടിക്സ് എന്ന് വേണ്ട. കോമൺ ആയിട്ട് ലാസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആസ് അപ്രോപ്രിയേറ്റ്. ഇതൊരു കണ്ടീഷണൽ ക്ലോസ് ആണ് രണ്ടാമത് പറഞ്ഞേക്കുന്നത്, ഇഫ് നെസസറി. കണ്ടോ, അതുപോലെ തന്നെ മറ്റേതും എല്ലാത്തിനും കൂടി ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ക്വസ്റ്റ്യന്റെ സാധനം പിന്നെ നമുക്ക് റിപ്പീറ്റ് എഴുതേണ്ട കാര്യമില്ല. ക്ലിയർ ആയോ? യെസ് മാം.